എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ RRB SSC എന്നുള്ള എക്സാമുകൾക്ക് ചോദിച്ച ചില ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അപ്പം ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത്? അതായത് എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ് എന്നാണ് ചോദ്യം. അതായത് എസ്കേപ്പ് വെലോസിറ്റി നമുക്ക് അറിയാം, നമ്മൾ എസ്കേപ്പ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു പോവുക. അതേപോലെ എർത്തിൽ നിന്ന്, നമ്മുടെ ഭൂമിയിൽ നിന്ന് നമുക്കൊരു സാധനത്തിനെ പുറത്തോട്ട്, നമുക്ക് ഏതൊരു വസ്തുവിനെയും, ഭൂമിയിൽ നിന്ന് ഏതൊരു വസ്തുവിനെയും നമ്മൾക്ക് പുറത്തേക്ക് എറിയണം. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്, എനിക്കതിനെ എന്ത് ചെയ്യണം? ഭൂമിയുടെ പുറത്തോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ എത്ര കിലോമീറ്റർ സ്പീഡിൽ വേണം മിനിമം ട്രാവൽ ചെയ്യിപ്പിക്കാൻ? ദ മിനിമം സ്പീഡ് റിക്വയർഡ് ടു ഒരു ഒബ്ജക്റ്റിനെ എന്താണ് നമ്മുടെ സ്പേസിലോട്ട് എത്തിക്കാൻ, ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും നമ്മൾ പുറന്തള്ളാൻ എത്ര സ്പീഡിൽ വേണം നമ്മൾ എറിയാൻ എന്നുള്ളതാണ് നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റി എന്നുള്ളത്. അത് എത്രയാണ് എന്നുള്ളതാണ്. അത് ഫിക്സഡ് ആണ്, നമ്മുടെ ഓരോ പ്ലാനറ്റിനും അത് ഫിക്സഡ് ആണ്. നമ്മുടെ ഭൂമിക്ക് എത്രയാണ്? 11.2 km/h സെക്കൻഡാണ്. അതായത് 11.2 km/s. ഒരു സെക്കൻഡിൽ 11.2 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും? പുറത്തോട്ട് പോകാൻ പറ്റും. അല്ലാത്ത വസ്തുക്കൾ, നമ്മൾ സാധാരണ ഒരു വസ്തു മേലോട്ട് എറിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് താഴോട്ട് വരും. കാരണം എന്താണ്? നമ്മുടെ എർത്തിലെ ഗ്രാവിറ്റി കാരണം. ആ ഗ്രാവിറ്റിയെ ഓവർകം ചെയ്തുകൊണ്ട് ഭൂമിയിൽ നിന്ന് പുറത്തോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എത്ര km/s ട്രാവൽ ചെയ്യണം? 11.2 km/s. അതിനാണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി, എർത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു പോകാനുള്ള വെലോസിറ്റി. അതാണ് 11.2 km/s. ഇത് ഒരുപാട് ചോദ്യപേപ്പറുകളിൽ കണ്ടുവന്നൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ആദ്യമായി തന്നെ ഇട്ടത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം നോക്കാം. What happens to the volume of water when it is heated from 0 degrees Celsius to 4 degrees Celsius? അതായത് ഇത് പല രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. മുൻ വർഷങ്ങളിൽ പലതരം എക്സാമുകൾക്ക്, വിവിധതരം എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളത് പലതരം മോഡലുകളിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അത് നമ്മൾ നോക്കുന്ന സമയത്ത് ചിലത് ചോദിക്കാം. വാട്ടർ, നമ്മുടെ സാധാ വെള്ളത്തിന്, വാട്ടറിന് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള ടെമ്പറേച്ചർ ഏതാണ്? ഏറ്റവും കൂടിയ ഡെൻസിറ്റി ഉള്ള ടെമ്പറേച്ചർ ഏതാണ് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വാട്ടറിന് വോള്യം ഏറ്റവും കുറവ്, ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ ഉള്ള ടെമ്പറേച്ചർ ഏതാണ്? ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അല്ലാതെ കണ്ടിരിക്കുന്ന ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. അപ്പം ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ ഉത്തരം, ഇതിൻ്റെ രണ്ടിൻ്റെയും ഉത്തരം എന്ന് പറയുന്നത് വാട്ടറിൻ്റെ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ അഥവാ വാട്ടറിൻ്റെ വോള്യം ഏറ്റവും കുറവ് എന്ന് പറയുന്നത് എപ്പോഴാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അത് 4 ഡിഗ്രി സെൽഷ്യസ്. നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് എത്ര? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ വാട്ടറിൻ്റെ 4 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ നമ്മുടെ വെള്ളത്തിനെ വെക്കുകയാണെങ്കിൽ ആ സമയത്ത് വെള്ളത്തിൻ്റെ മാക്സിമം ഡെൻസിറ്റി എന്ന് പറയുന്നത് ഏത് ഡിഗ്രിയിലായിരിക്കും? നമ്മുടെ 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. കാരണം നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാസ് ബൈ വോള്യമാണ്. അപ്പം ഡെൻസിറ്റി മാക്സിമം ആണെങ്കിൽ അതിനർത്ഥം എന്തായിരിക്കും? വോള്യം മാക്സിമം കുറവ് എന്നുള്ളതാണ് നമുക്കറിയാം. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ, നമ്മൾ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈക്വൽ ടുവിൻ്റെ ഇവിടെ നോക്കുക, ഇത് അടിയിലാണ്, ഇത് മേലെയാണ് കിടക്കുന്നത്. അപ്പം ഇത് കൂടിയ, അതായത് മേലെ കിടക്കുന്നത് കൂടിക്കഴിഞ്ഞാൽ ഇവിടെ താഴെ കിടക്കുന്നത് എന്താണ്? ഓട്ടോമാറ്റിക്കലി കുറയണം. അതാണ് അതിൻ്റെ തത്വം എന്ന് പറയുന്നത്. അപ്പം ഡെൻസിറ്റി മാക്സിമം ആണെങ്കിൽ എന്തായിരിക്കും? വോള്യം അത്രയും കുറവായിരിക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം, ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോള്യം എന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലത്ത് എന്തായിരിക്കും? വോള്യം മാക്സിമം കുറവായിരിക്കും. അപ്പം വെള്ളത്തിൻ്റെ മാക്സിമം ഡെൻസിറ്റി അനുഭവപ്പെടുന്ന ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. വെള്ളത്തിന് ഏറ്റവും കുറവ് വോള്യം അനുഭവപ്പെടുന്ന ടെമ്പറേച്ചർ ഏതാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്.
ഇനി ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഹാപ്പൻസ് ടു ദ വോളിയം ഓഫ് വാട്ടർ വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ് ഫ്രം 0 ഡിഗ്രി സെൽഷ്യസ് ടു 4 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 0-ൽ ഒരു വോളിയം ഉണ്ടാവും. ഓക്കെ, 0 ഡിഗ്രി സെൽഷ്യസിൽ എന്താണ് ഒരു വോളിയം ഉണ്ടാവും. നമ്മുടെ 4 ഡിഗ്രി സെൽഷ്യസിൽ എത്തുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നത്? അതായത് 4 ഡിഗ്രി കുറച്ച് ചൂടാക്കി 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉണ്ടാക്കി എന്താ സംഭവിക്കുന്നത്? 4 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടറിൻ്റെ വോളിയം എന്തായിരിക്കും? മാക്സിമം കുറവായിരിക്കും. അപ്പം ഇവിടെ എന്താണ്? ഡിക്രീസ് ചെയ്യും എന്നുള്ളത് വേണം ഉത്തരം. കാരണം ഏറ്റവും കുറവ് വോളിയം ഏതിലാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പം ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഡിക്രീസസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇനി ഇതേ സ്ഥാനത്ത് ഞാൻ ഒരു വാക്ക് ഈ ചോദ്യത്തിൽ മാറ്റുകയാണ്. ഇവിടെ വോളിയം എന്നുള്ളത് ഞാൻ ഡെൻസിറ്റി ആക്കുകയാണ് എന്ന് വിചാരിക്കാം. ഈ ചോദ്യത്തിൽ ഞാൻ എന്താണ് ഈ വോളിയം എന്നുള്ളത് ഡെൻസിറ്റി ആക്കണം. വാട്ട് ഹാപ്പൻ ടു ദ ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ് ഫ്രം 0 ഡിഗ്രി സെൽഷ്യസ് ടു 4 ഡിഗ്രി സെൽഷ്യസ് എന്നാക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നോക്കാം, അതായത് ഡെൻസിറ്റി മാക്സിമം അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം ഇവിടെ ഈ ചോദ്യം ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഏതായിരിക്കും ഉത്തരം? ഇൻക്രീസസ് എന്നുള്ളതായിരിക്കും. ഡെൻസിറ്റി ആണ് ഇവിടെ ചോദിച്ചതെങ്കിൽ ഇൻക്രീസും, വോള്യം ആയതുകൊണ്ട് ഇവിടെ ഏതാണ്? ഡിക്രീസസ് എന്നുള്ളതാണ്. അപ്പം ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇനി ഇവിടെ നോക്കാം, അടുത്ത ചോദ്യം, കോൺവെക്സ് ലെങ്സ് ഈസ് ഓൾസോ കോൾഡ് എ. ഓപ്ഷനിൽ കൺവേർജിങ് ലെങ്സ്, ഡൈവേർജിങ് ലെൻസ്, അതുപോലെ തന്നെ ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദിസ് എന്ന് കൊടുത്തിട്ടുണ്ട്. കോൺവെക്സ് ലെങ്സ് അതറിയാം നമുക്ക്. കോൺവെക്സ് ലെങ്സ് എന്ന് പറയുന്നത് ഇതാണ്, ഇങ്ങനെയാണ് അതിൻ്റെ രൂപം എന്ന് പറയുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് കോൺകേവ് ലെങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കോൺവെക്സ് ആണ്, ഇത് കോൺകേവ് ആണ്. ഓക്കെ, അപ്പം ഈ ലെങ്സിൽ കോൺവെക്സ് ലെങ്സിനെ ഓൾസോ കോൾഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ കണ്ണിനകത്ത് കാണപ്പെടുന്നത് കോൺവെക്സ് ലെങ്സ് ആണ്. അതേപോലെ ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കൺവേർജിങ് ലെങ്സ് ആണ്. എന്തുകൊണ്ടാണ് ഇതിനെ കൺവേർജിങ് ലെങ്സ് എന്ന് വിളിച്ചതെന്ന് പറഞ്ഞുതരാം. ഇതിലോട്ട് വന്ന് വീഴുന്ന ഏതൊരു രശ്മിയെയും, ഇതിലോട്ട് വന്ന് വീഴുന്ന ഏതൊരു ലൈറ്റ് റേനെയും അതിന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു പോയിന്റിൽ കൊണ്ട് നിർത്താനുള്ള കഴിവുണ്ട്. കൺവേർജിങ് എന്നുള്ളതിൻ്റെ മീനിങ് ഏത് ദിശയിൽ വന്ന് ഈ ലെങ്സിൻ്റെ മേലെ പതിക്കുന്ന രശ്മികൾ അഥവാ റേസ് എന്ന് പറയുന്നത് അതെന്ത് ചെയ്യും? ഒരു പോയിന്റിലോട്ട് കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് കൺവേർജ് ചെയ്യുക എന്ന് പറയാം ടു എ പോയിന്റ്, അതായത് ഒരു പോയിന്റിലേക്ക് വന്നു ചേരുക. അതാണ് കൺവേർജിങ് ലെങ്സ് എന്നുള്ളതിൻ്റെ ഉദ്ദേശം. അപ്പം ഇവിടെ കോൺവെക്സ് ലെങ്സ് എന്താണ്? കൺവേർജിങ് ലെങ്സ് ആണ്. കൺവേർജിങ് ലെങ്സ് എന്ന് നമ്മൾ വിളിക്കും. ഇനി കോൺകേവിൻ്റെ കാര്യം, ഇതായത് കോൺകേവ് ലെങ്സ് ഈസ് ഓൾസോ കോൾഡ് എന്നൊരു ചോദ്യമാണ് ചോദിച്ചതെങ്കിൽ ഇതിനർത്ഥം ഇത് ഏതൊരു റേ ഇതിലോട്ട് വരികയാണെങ്കിലും അതിനെ ഡൈവേർജ് ചെയ്ത്, അതായത് പരസ്പരം ബന്ധമില്ലാത്ത രീതിയിലാക്കി വിടുന്ന നമ്മുടെ ഇതാണ് കോൺകേവ് ലെങ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഡൈവേർജിങ് ലെങ്സ് ആണ്. അപ്പം ഇത് ഓർമ്മയിൽ എപ്പോഴും കിടക്കട്ടെ. കോൺവെക്സ് ലെങ്സ് എന്ന് പറയുന്നത് കൺവേർജിങ് ലെങ്സും കോൺകേവ് ലെങ്സ് എന്ന് പറയുന്നത് ഡൈവേർജിങ് ലെങ്സുമാണ് എന്നുള്ളത് ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചിടാം. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. കൺഫ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കോൺവെക്സ് ലെങ്സ് ഈസ് ഓൾവേസ് കൺവേർജിങ്, കോൺകേവ് ഈസ് ഓൾവേസ് ഡൈവേർജിങ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ഇടാം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അടുത്ത ചോദ്യം, ദ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് മെഷേഴ്സ് ദ ഡാഷ് ഈസ് കോൾഡ് ആൻ അനിമോമീറ്റർ. എന്താണ് അനിമോമീറ്റർ മെഷർ ചെയ്യുന്നത്? ഓക്കെ, എന്താണ്? ഏത് ഇൻസ്ട്രുമെൻ്റ്? ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ആ ഇൻസ്ട്രുമെൻ്റ് അനിമോമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അത് എന്താണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അനിമോമീറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? വിൻഡ് സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് അനിമോമീറ്റർ. വിൻഡ് സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അനിമോമീറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എല്ലാ ഇൻസ്ട്രുമെൻറ്റിൻ്റെയും ഉപയോഗങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം ഇവിടെ ജസ്റ്റ് നമുക്ക് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുക. പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? ബാരോമീറ്റർ ആണ്. ഓക്കെ, ബാരോമീറ്റർ ആണ് നമ്മൾ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് അഥവാ ഡിവൈസ് എന്ന് പറയുന്നത്. ഇനി ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഹൈഗ്രോമീറ്റർ ആണ്. ഹൈഗ്രോമീറ്റർ ആണ് നമ്മൾ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി
റെയിൻഫോൾ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റെയിൻ ഗേജ് ആണ് ഉപയോഗിക്കുന്നത്. റെയിൻ ഗേജ് എന്ന് പറയുന്ന സാധനമാണ്, ഉപകരണമാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് മാത്രമല്ല, ഒരുപാട് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അപ്പം അതെല്ലാം ഒന്ന് ജസ്റ്റ് ഓടിച്ച് വായിച്ചിട്ട് വേണം എല്ലാവരും എക്സാമിന് പോകാൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് ഇല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇന്നേ വരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും അത് നോക്കിയിട്ട് പോകാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് മെഷേഴ്സ് ഡാഷ് ഈസ് കോൾഡ് ആൻ അനിമോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അത് വിൻഡ് സ്പീഡാണ് മെഷർ ചെയ്യുന്നത്, പ്രഷർ മെഷർ ചെയ്യുന്നത്, ബാരോമീറ്റർ ആണ് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്നത്, ഹൈഗ്രോമീറ്റർ ആണ് റെയിൻഫോൾ മെഷർ ചെയ്യുന്നത്, റെയിൻ ഗേജസ് ആണ് മെഷർ ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. When a running car stops suddenly, the passengers tends to lean forward because of. ഇത് ഒരു ന്യൂട്ടൺസ് ലോൻ്റെ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ആണെന്ന് പറയാം. അതായത് നമ്മൾക്ക് എല്ലാവർക്കും അനുഭവപ്പെടാറുണ്ട്, നമ്മൾ ഒരു കാറിൽ സഞ്ചരിക്കുകയാണ്, ഇല്ലെങ്കിൽ നമ്മളൊരു ബസ്സിൽ സഞ്ചരിക്കുകയാണ്, നമ്മൾ നിൽക്കുകയാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം, സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ബസ് ഒരു 60 കിലോമീറ്റർ സ്പീഡിൽ പോവുകയാണെന്ന് വിചാരിക്കാം, 60 കിലോമീറ്റർ സ്പീഡിൽ കിലോമീറ്റർ പെർ അവറിൽ പോവുകയാണെന്ന് വിചാരിക്കാം. പെട്ടെന്ന് നമ്മുടെ ഡ്രൈവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ബ്രേക്ക് ഇടുന്നു. പെട്ടെന്ന് സഡൻ ആയിട്ടൊരു എന്തെങ്കിലും ഒരു കുറുകെ ചാടി, ഇല്ലെങ്കിൽ ഒരു നായ കുറുകെ ചാടി, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആൾ പെട്ടെന്ന് കൈ കാണിച്ചു, അപ്പം എന്ത് ചെയ്യും, പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. ബ്രേക്ക് ഇട്ട സമയത്ത് നമ്മളെല്ലാവരും പെട്ടെന്ന് എന്താവും, ഒന്ന് മുന്നിലോട്ട് മൂവ് ചെയ്യില്ലേ. അതെന്തുകൊണ്ടാണ്? ചിലവർ അങ്ങനെ സഡൻ ബ്രേക്ക് ഇട്ട് പിടിക്കാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മുന്നിലോട്ട് തെറിച്ച് വീഴാറുണ്ട് അല്ലേ. ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ്. ഇത് ന്യൂട്ടൺസ് ലോയിൽ നമ്മൾ ഫസ്റ്റ് പറയുന്ന ഇനേർഷ്യ ഓഫ് മോഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. ഇനി അതിൻ്റെ കാരണം പറഞ്ഞുതരാം. ഏതൊരു വസ്തുവും ഇതാണ് ന്യൂട്ടൺസ് ലോയിൽ പറയുന്നത്, ഏതൊരു വസ്തുവും ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവാണെന്ന് വിചാരിക്കാം. അതായത് ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ബോഡിക്ക് ആ മൂവിങ് പൊസിഷനിൽ തന്നെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇപ്പം നമ്മൾ ഒരവിടെ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം, നമ്മളോട് ആരെങ്കിലും പെട്ടെന്ന് വന്ന് ഇതൊന്ന് എടുത്തു തരുമോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ നമുക്ക് ഇരിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും. നമ്മളൊരു സ്റ്റേറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റിൽ തന്നെ തുടരാൻ, ആ അവസ്ഥയിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പം നമ്മൾ ഇരിക്കുകയാണെന്ന് വിചാരിച്ചാൽ നമ്മൾ ആ ഒരു സ്റ്റേറ്റിൽ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ സഞ്ചരിക്കുകയാണ്, നമ്മുടെ ബോഡിയും, അതായത് നമ്മുടെ ഈ 60 കിലോമീറ്റർ സ്പീഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഈ 60 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിനൊരു ബ്രേക്ക് വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് അത് ഇഷ്ടമാവുന്നില്ല. അതായത് നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നു, അതേ സ്റ്റേറ്റിൽ തുടരാൻ ആഗ്രഹിക്കുന്നു. അപ്പം എന്ത് സംഭവിക്കുന്നു, പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോൾ നമ്മൾ മുന്നോട്ട് വീഴുന്നു. അപ്പം ഇനേർഷ്യ ഓഫ് മോഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മുടെ മോഷനിൽ തുടരാൻ ഇങ്ങനെ ഇത് ചെയ്യുന്നു. അപ്പം ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ റണ്ണിങ് കാറാണ്. അപ്പം റണ്ണിങ് കാറ് നമ്മൾ എത്ര സ്പീഡിലാണോ ആ കാറ് പോകുന്നത് അതേ സ്പീഡിൽ തന്നെ ആയിരിക്കും നമ്മളും സഞ്ചരിക്കുന്നുണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഇടുന്ന സമയത്ത് നമ്മുടെ ആ ഇനേർഷ്യ നമ്മുടെ ബോഡിക്കകത്ത് അത് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ആ റെസിസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി നമ്മൾ മോഷനിലായതുകൊണ്ട് നമ്മൾ അതിനെ ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് വിളിക്കുന്നു. ഇതേ സ്ഥാനത്ത് നമ്മൾ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം, നമ്മുടെ ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യും, നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ്സാണെന്ന് വിചാരിക്കാം. പെട്ടെന്ന് ബസ് നമ്മൾ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വെറുതെ നിൽക്കുകയാണ്, ബസ്സിൽ വെറുതെ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. ബസ് ഓടുന്നില്ല, എടുത്തിട്ടില്ല, ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ബസ് എടുത്തു എന്ന് വിചാരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് ബാക്കിലോട്ട് മൂവ് ചെയ്തിട്ടായിരിക്കും ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുക അല്ലേ. കാരണം എന്താണ്, നിങ്ങളുടെ ബോഡി അത്ര നേരം റെസ്റ്റിൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് നിങ്ങളെ ചലിക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ബോഡിക്ക് അതെന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. അപ്പം നമ്മുടെ ബോഡി എന്ത് ചെയ്യും, ഒന്ന് പുറകോട്ട് വലിഞ്ഞിട്ട് ഒന്ന് സ്റ്റാർട്ടാവുള്ളൂ. അപ്പം ആ ഒരു അവസ്ഥ അതായത് നമ്മൾ റെസ്റ്റിൽ നിന്ന് മോഷനിലോട്ടൊരു ബോഡിയെ കൊണ്ടുവരുമ്പോൾ അപ്പം ഉണ്ടാവുന്നത് ഇനേർഷ്യ ഓഫ് റെസ്റ്റും, അതായത് നമ്മുടെ ചലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ നിർത്താൻ ശ്രമിക്കുമ്പോൾ അതിനുണ്ടാവുന്നത് ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് നമ്മൾ വിളിക്കും. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഷേവിംഗ് മിറർ ഈസ് വീണ്ടും കോൺവെക്സും കോൺകേവിൻ്റെയും ചോദ്യമാണ്. ഷേവിംഗ് മിറർ ഈസ് ഇത് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഷേവിംഗ് മിറർ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് കോൺകേവ് മിററാണ്, ലെൻസ് അല്ല, മിററാണ് ഇവിടെ പറയുന്നത്. അതായത് മിറർ എന്ന് പറയുമ്പോൾ ഇതാണ്
കോൺകേവ് മിറർ. ഇതിങ്ങനെ വരച്ചുകൊണ്ടൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ മിറർ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ കണ്ണാടി എന്ന് പറയുന്നത് ഒരു സൈഡ് നമുക്ക് കാണാൻ പറ്റും, മറ്റേ സൈഡ് എന്ത് ചെയ്തിട്ടുണ്ടാകും, സിൽവർ കൊണ്ട് സിൽവർ കോട്ടിങ് അടിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് നമുക്കത് മിററായിട്ട് തോന്നുന്നത്. അപ്പം ആ സിൽവർ കോട്ടിങ് ഈ സൈഡാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വരകൾ ഇട്ടിരിക്കുന്നത്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അപ്പം ഷേവിംഗ് മിറർ ഈസ് എ കോൺകേവ് മിറർ എന്നാണ് ഉത്തരം. ഇനി കോൺവെക്സ് മിറർ എങ്ങനെ വരയ്ക്കാമെന്ന് ചോദിച്ചാൽ സെയിം ആയിട്ട് വരയ്ക്കാം. അതിൻ്റെ ഉൾവശത്തായിരിക്കും സിൽവറിങ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കോൺവെക്സ് എന്ന് പറയുന്നത്, കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. ഇത് കോൺകേവ് മിറർ എന്ന് നമ്മൾ വിളിക്കും. ഇവിടെ ഷേവിംഗ് മിററായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കോൺകേവ് മിററാണ്. ഇത് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. എല്ലാ ചോദ്യപേപ്പറിലും കാണാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക്സ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾ ഓഫ് ലൈറ്റ്. അതായത് ഇപ്പം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈഫൈകൾ എല്ലാം ഒപ്റ്റിക് ഫൈബറുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും മാക്സിമം വരുന്നുണ്ടാവുക. എന്താണ് ഈ ഒപ്റ്റിക് ഫൈബർ എന്ന് പറയുന്നത്? അതായത് ലൈറ്റ് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ കടത്തിവിട്ട് അങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഈ പ്രക്രിയകൾ നടക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള തത്വം എന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവന്നതാണ്. ആക്ച്വലി എന്താ നടക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. അതായത് ഇങ്ങനെ ഒരു വയറുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ലൈറ്റ്, നമ്മുടെ സന്ദേശങ്ങളെ ലൈറ്റിൻ്റെ രൂപത്തിൽ, ഇത് നല്ല കോട്ടിംഗ് ആയിരിക്കും. ഇതിന് പ്രത്യേകത, ഈ ഫൈബറിന് നല്ല വിലയുണ്ട്. ആക്ച്വലി ഭയങ്കര എക്സ്പെൻസീവാണ്. കാരണം എന്താ, ഇതിന് മീറ്ററിന് തന്നെ നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് എന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റിനെ കടത്തി വിടും. അതെന്ത് ചെയ്യും, ഉള്ളിൽ ഇങ്ങനെ റിഫ്ലക്ഷൻ നടന്നിട്ടാണ് വരുന്നത്. പക്ഷെ അത് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് മാത്രം അല്ല നമ്മൾ പറയുക, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നാണ് ആ പ്രക്രിയനെ നമ്മൾ വിളിക്കുന്നത്. അതായത് ഒപ്റ്റിക് ഫൈബറിലൂടെ ലൈറ്റായിട്ട് നമ്മൾ സന്ദേശങ്ങൾ ഇങ്ങനെ കൈമാറുകയാണ്. അത് നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന പ്രക്രിയയിലൂടെ ആണ് നമ്മുടെ ഈ ഒപ്റ്റിക് ഫൈബർ വർക്ക് ചെയ്യുന്നത്. അത് എല്ലാവർക്കും മനസ്സിലായി. അതായത് നമ്മൾ ഒരിക്കൽ ഇങ്ങനെ ഒരു ഫൈബർ ഉണ്ടെന്ന് വിചാരിക്കാം. അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡ്യുവൽ കോട്ടിംഗ് ആയിരിക്കും. അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ചേഞ്ച് ഉണ്ടാകും. ഈ മെറ്റീരിയലും രണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ഒരിക്കൽ ഇതിൻ്റെ അകത്തോട്ട് ലൈറ്റിനെ കടത്തി വിട്ടാൽ, ഒരു പ്രാവശ്യം നമ്മൾ ഇതിനെ അകത്തോട്ട് ലൈറ്റിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ലൈറ്റ് എന്ത് ചെയ്യും, അതിനകത്ത് തന്നെ പുറത്തു പോവാണ്ട് ആ ലൈറ്റ് ഉള്ളിലോട്ട് തന്നെ അത്രയും സ്പീഡിൽ ട്രാവൽ ചെയ്യും. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അവിടെ തട്ടി ടോട്ടൽ എന്താവും, ലൈറ്റിൻ്റെ സ്പീഡിൽ തന്നെ അവിടെ അത്രയും വേഗത്തിൽ തന്നെ നമുക്ക് സന്ദേശങ്ങൾ കൈമാറാൻ പറ്റും. അങ്ങനെയാണ് അത് വിളിക്കുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വേറെ ഒരു സ്ഥലത്തും കൂടി നടക്കുന്നുണ്ട്. ഡയമണ്ടിൻ്റെ, എല്ലാവർക്കും അറിയാം ഡയമണ്ടിൻ്റെ തിളക്കം എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം. കാരണം ലൈറ്റ് ഒരു പ്രാവശ്യം ആ ഡയമണ്ട് ക്രിസ്റ്റലിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടന്നിട്ടാണ് അതിന് അത്രയും തിളക്കമായിട്ട് കാണുന്നത്. അപ്പം ഒപ്റ്റിക്കൽ ഫൈബർ ആയിക്കോട്ടെ, ഇനി ഡയമണ്ടിൻ്റെ തിളക്കത്തിന് കാരണം എന്താണ് എന്നൊരു ചോദ്യം ചോദിച്ചാലും അതിൻ്റെ ഉത്തരം എന്താണ്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. The laws which govern the motion of planets are called. അതായത് നമ്മുടെ പ്ലാനറ്റിൻ്റെ മോഷൻ വിത്ത് റെസ്പെക്ട് ടു സൺ. നമുക്കറിയാം സൂര്യൻ്റെ ചുറ്റുമാണ് മറ്റുള്ള ഗ്രഹങ്ങൾ ചുറ്റുന്നത്. അവർ ഓർബിറ്റ്സിലാണ്, അതായത് എലിപ്റ്റിക്കൽ പാത്തിലാണ് ചുറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇത് പറയുന്ന തിയറി അഥവാ ഇത് പറയുന്ന ലോ ഏതാണ് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഏതാണ്? കെപ്ലേഴ്സ് ലോ എന്നാണ് അതിൻ്റെ ഉത്തരം. കെപ്ലറിൻ്റെ 3 ലോസ് ആണ് അത് പറയുന്നത്. അത് ഏത് ലോസ് ആണ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ലോ പറയുന്നത് എല്ലാ പ്ലാനറ്റും സഞ്ചരിക്കുന്നത് എലിപ്റ്റിക്കൽ പാത്തിലാണ്, ഒരു എലിപ്സിൻ്റെ ഷേപ്പിലാണ് നമ്മുടെ സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്നത് എന്നാണ് ഫസ്റ്റ് ലോ പറയുന്നത്. സെക്കൻഡ് ലോ പറയുന്നത് ഇതിൻ്റെ അതായത് ഏരിയ, നമ്മളൊരു ടൈം പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് എന്താണ് സെപ്റ്റ് ചെയ്യുന്ന ഏരിയാസ്, സഞ്ചരിക്കുന്ന ഈ കവർ ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഇൻ്റർവെൽസ് എടുത്തു കഴിഞ്ഞാൽ സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് നോക്കാനില്ല. ജസ്റ്റ് എന്താണ് പ്ലാനറ്റ്സിൻ്റെ ഇത് മോഷൻ ഗവേൺ ചെയ്യുന്ന ലോ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ടത് ഏതാണ്? കെപ്ലേഴ്സ് ലോ എന്നാണ് ഉത്തരം നമ്മൾ എഴുതേണ്ടത്. അപ്പം നമുക്ക് ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇനി which of the following are scalar quantities? ഇതൊക്കെ പറയുന്നതിന് മുമ്പ് എന്താണ് ഈ സ്കെയിലർ, എന്താണ് ഈ വെക്റ്റർ ക്വാണ്ടിറ്റീസ്? ഫിസിക്സ് തുറന്നാൽ ആദ്യം കാണുന്നത് സ്കെയിലർ ക്വാണ്ടിറ്റീസ്, വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ
സ്കെയിലർ എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആൾക്കാർ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്ത് ഈ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് എന്നുള്ളൊരു ചോദ്യം ഓട്ടോമാറ്റിക്കായിട്ട് വരും. എന്താ ഈ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്? ഇപ്പം ഞാനൊരു ദൂരം സഞ്ചരിക്കുകയാണ്. അതായത് ഇവിടെ ഇതൊരു 1 കിലോമീറ്റർ ഇതൊരു 1 കിലോമീറ്റർ ദൂരം ഞാൻ സഞ്ചരിച്ചു. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് 1 കിലോമീറ്റർ സഞ്ചരിച്ചു. എന്നിട്ട് ഞാൻ തിരിച്ചും വന്നു. അതായത് എയിലോട്ട് ആദ്യം ഇങ്ങോട്ട് പോയി, എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു. അപ്പം ഞാൻ ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കിലോമീറ്റർ എന്ന് നമ്മൾ ഉത്തരം പറയും. അതേ സ്ഥാനത്ത് എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള സാധനം, എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 0 എന്ന് എഴുതും. കാരണം എന്താണ്? ഞാൻ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ തിരിച്ചെത്തി. കാരണം ഞാൻ 1 കിലോമീറ്റർ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു, -കിലോമീറ്റർ ഇങ്ങോട്ട് പോയി. അപ്പം -1 എന്തായി? 0 ആയിട്ട് മാറി. അപ്പോൾ എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായി? 0 ആയിട്ട് മാറി. അതിവിടെ ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തതുകൊണ്ടാണ്. പക്ഷേ ഡിസ്റ്റൻസിന് ഡയറക്ഷൻ നമുക്ക് ബാധകമല്ല. ഇതേപോലെയാണ് നമ്മളെ സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡയറക്ഷൻ ഡിപ്പെൻഡഡ് അല്ല. അതായത് ഡിസ്റ്റൻസിനെ പോലെയുള്ള ആൾക്കാർ ഇതേപോലെ നമ്മൾ മെഷർ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ സാധനം എക്സാക്റ്റ് ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ പറയുന്നത് എത്രയാണോ അത് എക്സാക്റ്റ് ആയിട്ട്. ഇപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ സഞ്ചരിച്ച ടോട്ടൽ പാത്തിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലാതെ മാഗ്നിറ്റ്യൂഡിനെ മാത്രമല്ല, അതിൻ്റെ വാല്യൂവിനെ മാത്രമല്ല. ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്തപ്പോൾ അതെന്തായി? അത് ചേഞ്ച് ആയിപ്പോയി. അപ്പം ഇവിടെയുള്ള ഏതൊക്കെയാണ് സ്കെയിലർ എന്നാണ് നമുക്കങ്ങനെ ഡയറക്ഷൻ വെച്ചിട്ട് നമ്മൾ പറയാത്തത് ഏതൊക്കെയാണ്, മൈനസ് വരാത്തത് ഏതൊക്കെയാണ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, മാസ് നമ്മൾ ഒരിക്കലും നെഗറ്റീവ് മാസ് എന്നൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പം അത് തീർച്ചയായിട്ടും എന്താണ്? സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. ഇനി വോള്യം എന്ന് പറയുന്നത് നെഗറ്റീവ് വോള്യം എന്ന് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അത് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല വോള്യം ഉള്ളത്. അപ്പം അതും എന്താണ്? അതും സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. ഇനി സ്പീഡ് നമ്മൾ ഒരിക്കലും നെഗറ്റീവ് സ്പീഡ് എന്ന് പറയില്ല, അല്ലേ? വെലോസിറ്റി നമ്മൾ പറയും. വെലോസിറ്റി എന്നുള്ള വാക്കുണ്ട്, അത് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അത് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പറയുക. സ്പീഡ് ഒരിക്കലും നമ്മൾ നെഗറ്റീവ് സ്പീഡ് എന്ന് പറയില്ല, അതും എന്താണ്? സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദ എബവ്. സ്കെയിലർ എന്താണ്, വെക്റ്റർ എന്താണ് എന്നുള്ളതിനൊരു ഐഡിയ കിട്ടിയെന്ന് എല്ലാവർക്കും വിചാരിക്കുന്നു. വെക്റ്റർ ക്വാണ്ടിറ്റി, വെക്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ആക്സിലറേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഏതിൽ പെടുന്നതാണ്? വെലോസിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ വെക്റ്റർ ക്വാണ്ടിറ്റിയിൽ പെടുന്നതാണ്. അപ്പം ഇതെല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കളർ ഡീവിയേറ്റ്സ് ദ ലീസ്റ്റ് വെൻ പാസിങ് ത്രൂ എ പ്രിസം? അപ്പോൾ നമ്മളൊരു പ്രിസം, എന്താണ് പ്രിസം എന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. പ്രിസത്തിലൂടെ കടത്തി വിടുന്ന സമയത്ത് ഒരു പ്രിസത്തിലൂടെ വൈറ്റ് ലൈറ്റ് കടത്തി വിട്ടു, കളർ 7 കളറായിട്ടായിരിക്കും പുറത്തോട്ട് വരുന്നുണ്ടാവുക. 7 കളറായിട്ടായിരിക്കും പുറത്തോട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അതിൽ ഏറ്റവും മിനിമമായിട്ട് ഡീവിയേറ്റ് ചെയ്യുന്നത്, വലിയ ഡീവിയേഷൻ കൂടാതെ വരുന്നത് ഏതാണ് എന്നുള്ളൊരു ചോദ്യമാണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും കുറവ് ഡീവിയേഷൻ വരുന്നത് റെഡ് കളറിനാണ്. നമുക്ക് മഴവില്ലിൻ്റെ 7 കളർ അറിയാം, വിബ്ജോയർ എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം അതിൽ തന്നെ, അതായത് 7 മഴവിൽ കളർ ആയിട്ടായിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക, 7 കളേഴ്സ് ആയിട്ടായിരിക്കും പുറത്ത് വരുന്നുണ്ടാവുക. നമ്മളൊരു വൈറ്റ് കളർ, അതായത് നമ്മുടെ സാധാ സൺലൈറ്റ്, സൂര്യപ്രകാശത്തിന് ഒരു പ്രിസത്തിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് 7 കളറായിട്ട് കിട്ടും. 7 നമ്മുടെ മഴവിൽ കളറായിട്ട് കിട്ടും. അതിൽ തന്നെ ഏറ്റവും കുറവ് ഡീവിയേറ്റ് ചെയ്യുന്നത്, കുറവ് ഇങ്ങനെ ചെരിഞ്ഞു പോകുന്നത്, കുറവ് ചെരിവോടെ പോകുന്നത് റെഡാണ്. ഏറ്റവും ചെരിവോടെ പോകുന്നത് ഏതാണ്? വയലറ്റ് ആണ്. മോസ്റ്റ് ആയിട്ട് ഡീവിയേറ്റ് ചെയ്യുന്നത്, മോസ്റ്റ് ഡീവിയേറ്റിംഗ് ഏതാണ്? വയലറ്റ് ആണ്. ഇത് പഠിച്ചു വെക്കേണ്ട ഒരു ചോദ്യമാണ്. കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്ത്. അപ്പം ഏതാണ്? ഏറ്റവും കുറവ് ഡീവിയേറ്റ് ചെയ്യുന്നത് റെഡാണ്. ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത് ഏതാണ്? വയലറ്റ് കളറാണ്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.